മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം, വെൽക്കം ബാക്ക് ടു ഹിന്ദി. ഹലോ മക്കളെ, ബാബു സാറാണേ. അപ്പോൾ മക്കളെ, നമുക്ക് ആഫിൽ എക്സാം ഒക്കെ എത്തിക്കഴിഞ്ഞു. ഹിന്ദിയിൽ നമുക്ക് ഗംഭീരമായി പഠിച്ച് ഫുൾ മാർക്ക് സ്വന്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഹിന്ദിയിൽ നമുക്ക് ഏതൊക്കെ പാഠങ്ങളാണ് +2 ഹിന്ദിയിൽ പഠിക്കാനുള്ളത് എന്നാണ്. നമുക്ക് പഠിക്കേണ്ടത് ഒന്ന്, നമ്മൾ ഇക്കായി തീൻ മൂന്നാമത്തെ യൂണിറ്റ് മുതലാണ് ആരംഭിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റും രണ്ടാമത്തെ യൂണിറ്റും നമ്മൾ ക്വാർട്ടർലി എക്സാമിനേഷൻ കഴിഞ്ഞു. മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ നോക്ക്, ഇക്കായി തീൻ മൂന്നാമത്തെ യൂണിറ്റിൽ മാൻ സമ്മാൻ മിലേ നാരിക്കോ, ആദരവും ബഹുമാനവും ലഭിക്കട്ടെ സ്ത്രീകൾക്ക് എന്നാണ് യൂണിറ്റിന്റെ പേര്. ഇതിൽ നമുക്ക് ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹേ എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട്. ഏകാന്ത് ശ്രീവാസ്തവജിയുടെ ഭൂമി ഒരു സ്ലേറ്റിന്റെ പേരാണ് എന്നതാണ് ആത്മകഥയാണ്. ഏകാന്ത് ശ്രീവാസ്തവജിയുടെയാണ്. അടുത്തത് സപ്നെ കാ ഭി ഹക്ക് നഹി, സ്വപ്നം കാണാൻ പോലും അവകാശമില്ല എന്ന് പറയുന്ന കവിത പഠിക്കാനുണ്ട് ഡോക്ടർ ജെ ബാബുവിന്റെ. ഓക്കെ, അടുത്തത് മുർഗി ഉർഫ് ബുലാക്കി എന്നുള്ള കഥയുണ്ട്. അതായത് മുക്കുത്തി അഥവാ കമ്മൽ എന്നുള്ളത് അമൃത പ്രീതമിന്റെ കഥയുണ്ട്. അടുത്തത് ഹൈക്കു കവിത പഠിക്കാനുണ്ട് ഡോക്ടർ ഭഗവത് ശരൺ അഗ്രവാളിൻ്റെത്. ഓക്കെ, പിന്നീട് നമുക്ക് നാലാമത്തെ യൂണിറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നാലാമത്തെ യൂണിറ്റിൽ ബുജ്താ ദീപക് ജലാദോ, അണഞ്ഞ ദീപം തെളിയിക്കൂ എന്നാണ് ആ യൂണിറ്റിന്റെ പേര്. ഇതിൽ നമുക്ക് കുമുദ് ഫൂൽ ബേച്ചിനെ വാലി ലഡ്കി കവിതയുണ്ട്. കുമുദ് ഫൂൽ ബേച്ചിനെ വാലി ലഡ്കി എന്ന് പറഞ്ഞാൽ ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി. നമ്മുടെ ആരുടേതാണ്? ONV കുറുപ്പിന്റെ, മലയാളത്തിന്റെ പ്രസിദ്ധനായ സാഹിത്യകാരനായ ONV കുറുപ്പിന്റെ മുല്ലപ്പൂ വിൽക്കുന്ന ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞ പാഠത്തെ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം ചെയ്തതാണ് ആര്? ഡോക്ടർ S തങ്കമണി അമ്മ. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുമുദ് ഫൂൽ ബേച്ചിനെ വാലി ലഡ്കി എന്ന് പറഞ്ഞാൽ ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി എന്നാണ്. ഓക്കെ, അടുത്തത് വ ബഡ്കാ ഹുവാ പീർ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സന്യാസി എന്നതാണ്. സംസ്മരണ ഓർമ്മക്കുറിപ്പാണ് രാജാ ബുദ്ധിരാജയുടെ. ഇത്രയും പാഠങ്ങളാണ് നമുക്ക് ആഫിൽ എക്സാമിനേഷന് പഠിക്കാനുള്ളത്. പിന്നീട് നമുക്ക് ആത്മീക ചേഹര എന്ന കവിതയും ദവ എന്ന് പറയുന്ന പിന്നെ ഒരു പാഠഭാഗവും നമുക്ക് പഠിക്കാനുണ്ടാവും. വ്യംഗ്യാണത്. ഓക്കെ, അത് പരിഹാസവും തമാശയൊക്കെ ചേർന്ന കാര്യങ്ങളാണ്. ഇത്രയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹേ. ജമീൻ എന്ന് പറഞ്ഞാൽ മണ്ണ്, ഭൂമി എന്നർത്ഥമുണ്ട്. ഏക് സ്ലേറ്റ് കാ നാം ഹേ അല്ലേ? ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹേ ആത്മകഥയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഏകാന്ത് ശ്രീവാസ്തവയാണ്. ഓക്കെ, നോക്കൂ, ഇതിൽ നമ്മൾ പഠിക്കുന്ന നോക്കും, ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹേ, ഭൂമി ഒരു സ്ലേറ്റിന്റെ പേരാണ് എന്നതാണ് പാഠത്തിന്റെ പേര്. ആത്മകഥയാണ്. ഏകാന്ത് ശ്രീവാസ്തവജിയാണ്. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അതിന്റെ സമ്മറി ഒന്ന് പറയാം, എന്നിട്ട് അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠമാണ്. നമുക്ക് ആ പാഠത്തിന്റെ സമ്മറി ഞാൻ നിങ്ങൾക്കൊന്ന് പറയാൻ പോവാണ്. നോക്കൂ, മേരേ ദിൻ മേരേ വർഷ്, മേരേ ദിൻ മേരേ വർഷ് എന്ന് ഏകാന്ത് ശ്രീവാസ്തവയ്ക്ക് ഹൃദയസ്പർശി ആത്മകഥ ഹേ. ഏകാന്ത് ശ്രീവാസ്തവജിയുടെ ആത്മകഥയാണ്, ഏറ്റവും പ്രസിദ്ധമായ ആത്മകഥയാണ്. അതിന്റെ പേര് മേരേ ദിൻ മേരേ വർഷ് എന്നതാണ്. ഓക്കെ, എന്നിട്ട് ഇസ്കെ 5വീं അധ്യായ കാ ആംശിക യേ പ്രസ്തുത ഭാഗ്, അദ്ദേഹത്തിന്റെ മേരേ ദിൻ മേരേ വർഷ് എന്ന് പറയുന്ന ശ്രീവാസ്തവജിയുടെ ഹൃദയസ്പർശിയായ ആത്മകഥയിലെ ഒരു അംശമാണ്. അതും 5വാം ആംശിക പ്രസ്തുത ഭാഗ്, 5ാമത്തെ ഭാഗമാണ്. ആത്മകഥയിലെ 5ാമത്തെ ഭാഗമാണ് നമുക്ക് എടുത്ത് പാഠമായി തന്നിരിക്കുന്നത്. നോക്കൂ, ഈ പാഠത്തിൽ ആത്മകഥയിൽ പറയുന്ന ശരിക്കും ഒരു കഥയാണ്. അദ്ദേഹത്തിന്റെ ജീവിത കഥയാണല്ലോ, ശരിക്കും ആത്മകഥയാണല്ലോ. അത് നമ്മൾ എങ്ങനെയാണ് നോക്കൂ. കേന്ദ്രീയ വിദ്യാലയത്തിലെ തദർദ സേവ താൽക്കാലിക ജോലി കെ ബാദ് ശേഷം ലേഖക് ഓർ പൂരാ പരിവാർ, ലേഖൻ നമ്മുടെ ആരാ? ലേഖൻ ഏകാന്ത് ശ്രീവാസ്തവജി ഡൽഹിയിലെ താൽക്കാലിക ജോലി കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് തന്റെ ഫാമിലിയുടെ കൂടെ ദീദിക്ക് ഷാദിക്ക് വാസ്തേ, ചേച്ചിയുടെ വിവാഹത്തിന്റെ കാരണത്താൽ ഗാവു പൗഞ്ചാഹെ, ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നു. അവർ താൽക്കാലികമായി ജോലിയുള്ളപ്പോൾ അവിടെ താമസിക്കുകയായിരുന്നു. അവിടെ നിന്ന് ആ ജോലി കഴിഞ്ഞിട്ട് അവർ തങ്ങളുടെ നാട്ടിലേക്ക് വരുന്നു. ഓക്കെ, ഷാദി കാ ഖർച്ച് നിഭാനെ കെ ലിയെ, സിസ്റ്റർ കല്യാണത്തിന് വേണ്ടി, കല്യാണ ചെലവിന് വേണ്ടി, ഷാദി കാ ഖർച്ച് നിഭാനെ കെ ലിയെ, ചെലവ് നടത്താൻ വേണ്ടിയിട്ട് ഉസ് പരിവാർക്കു, ആ ഫാമിലിക്ക് അപ്പന് ജമീൻ ബേച്ചിനെ പെടുത്തിയ, അവരുടെ പരമ്പരാഗതമായുള്ള തങ്ങളുടെ അച്ഛൻ കഷ്ടപ്പെട്ട് വാങ്ങിയ ആ ഭൂമി അവർക്ക് എന്താക്കേണ്ടി വരുന്നു? വിൽക്കേണ്ടി വരുന്നു. പായി ഇക്കട്ടാ കർക്കെ എന്ന് പിശുക്കി സമാഹരിച്ചിട്ട് ഖരീദാ ഹുവ, വാങ്ങിച്ചിട്ടുള്ള ജമീൻ ഭൂമി ബേച്ചിനെ പർ വിൽക്കുമ്പോൾ പിതാജി ബൗത്ത് ബേച്ചൻ ഹോ ജാത്തെ, അദ്ദേഹത്തിന്റെ അപ്പന് പിതാവിന് വല്ലാത്ത വേദന ഉണ്ടാകുന്നു. അദ്ദേഹം വളരെ പിശുക്കി വെള്ളം കുടിക്കാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് പിശുക്കി ഉണ്ടാക്കി വെച്ച് സമാഹരിച്ചുണ്ടാക്കിയ പറമ്പാണ്, ഭൂമിയാണ് തന്റെ മകളുടെ വിവാഹ സമയത്ത് വിൽക്കേണ്ടി വരുന്നത്. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ കരള് പറിച്ചു കൊണ്ടുപോകുന്ന പോലെ അദ്ദേഹത്തിന് വേദനയാവുന്നു. വേ ഉസേ കബി ബേച്ച്ന നഹി ചാത്തെ, അദ്ദേഹം ഒരിക്കലും ആ ഭൂമി വിൽക്കാൻ ആഗ്രഹിച്ചതല്ല.
ഉൻകെ മൻക ഹാഹാകാർ, ആ സമയത്ത് ഈ വിൽപ്പന നടത്തേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആ തേങ്ങലുകൾ ലേഖൻ മനസ്സിലാക്കുന്നത്, മകൻ മനസ്സിലാക്കുന്നു. ഉൻകേലിയെ ഏ സിർഫ് മിട്ടി നഹി, തന്റെ അപ്പനെ സംബന്ധിച്ചിടത്തോളം വിൽക്കപ്പെടുന്ന, മകളുടെ വിവാഹത്തിന് വേണ്ടി വിൽക്കപ്പെടുന്ന ഈ മണ്ണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേവലം എന്തല്ല, മിട്ടി ഹി നഹി, മണ്ണല്ല, ബൽക്കി അപ്പനെ ബച്പൻ കി യാദോ സെ കവിതാ രചിത സ്ലേറ്റ്, തന്റെ കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾ കൊണ്ട് കവിത എഴുതിയ സ്ലേറ്റ് ആണ്. തഥാ അപ്പനെ രക്തക്കെ രംഗ് സെ, തന്റെ രക്തത്തിന്റെ രംഗ് കളർ കൊണ്ട്, ചമക്കാ ഹുവ ഫൂൽ ജയ്സെ, തിളങ്ങുന്ന പൂ പോലെയാണ്. തന്റെ കുട്ടിക്കാലത്തിന്റെ ജീവിതകഥ എഴുതിയ സ്ലേറ്റ് ആയിട്ടും തന്റെ ജീവിതത്തിന്റെ രക്തം കൊണ്ട് നനച്ചു വളർത്തിയെടുത്ത പൂവായിട്ടുമാണ് അദ്ദേഹത്തിന് ആ ഭൂമിയെ തോന്നിയത്. ഓക്കെ, അങ്ങനെ മിട്ടി ഓർ ബേട്ടിക്ക് വിദായിസെ, അതായത് മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു, മകളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പരമ്പരാഗതമായി സമ്പാദിച്ച സമ്പത്ത് മറ്റൊരാൾക്ക് വിൽക്കുന്നു, അത് നഷ്ടമാവുന്നു. അപ്പൊ രണ്ട് കാര്യമാണ് നഷ്ടമാകുന്നത്, മിട്ടി ഓർ ബേട്ടി, മിട്ടി മണ്ണും അതുപോലെ ബേട്ടി മകൾ നഷ്ടമാകുന്നു. മിട്ടി ഓർ ബേട്ടിക്ക് വിദായിസെ, മകളുടെയും ഭൂമിയുടെയും വേർപാടുകൊണ്ട് ആംഖോം വരെ പിതാജിക്കോ, കണ്ണിൽ വെള്ളം കട്ട പിടിച്ച് കിടക്കുന്ന, വെള്ളം നിറഞ്ഞു കിടക്കുന്ന ആ പിതാജിക്കോ ദേക്കർ കണ്ടിട്ട്, ലേഖക അന്തമേ അപ്പനെ ആപ്സെ, ലേഖക അവസാനം തന്നെ ഈ പ്രശ്നം ഇടാത്തെ ഈ ഒരു ചോദ്യം ചോദിക്കും, തന്നോട് തന്നെ ചോദിക്കുന്നു. കി എന്നാൽ പിതാജിക്ക് ആംസുക്കോ, പിതാവിന്റെ കണ്ണുനീരുകളെ, ഉൻകെ നിശബ്ദ വിലാപക്കോ, ആരെയും കേൾപ്പിക്കാനുള്ള ഉള്ളിനുള്ളിൽ ആ കരച്ചിലിനെ പോയി ദേഖ് ഓർ സുൻ സക്തായി, ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് ആ ലേഖകൻ ഏകാന്ത ശ്രീവാസ്തവ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നു. ഓക്കെ, പിതാവിനോടല്ല, അദ്ദേഹം മനസ്സാക്ഷിയോട്. ക്യോക്കി എന്തുകൊണ്ടെന്നാൽ വേ ജാൻതി, അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു, കി ധൻ ഹോനെ പർ ബി, പണമുണ്ടാകുമ്പോഴും ജമീൻ നഹിയോത്തോ, ഭൂമി കൈവശമില്ല എങ്കിൽ ഗാവുമേ ഇജ്ജത്ത് ഓർ പ്രതിഷ്ഠ നഹി രഹെങ്കിൽ, ഗ്രാമത്തിൽ റെസ്പെക്റ്റും അതുപോലെ തന്നെ ഒരു പദവിയും ലഭിക്കുകയില്ല എന്ന് ഏകാന്ത ശ്രീവാസ്തവയുടെ പിതാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം, രക്ഷയില്ല. കഴിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് ആഭരണങ്ങളും കാശും കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് പറമ്പ് വിൽക്കേണ്ടി വരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിനുശേഷം നാട്ടിൽ ഒരു നിലയും വിലയും ഇല്ലാതായി പോകുമെന്നുള്ള ചിന്തയും അദ്ദേഹത്തിന്റെ ഏകാന്ത ശ്രീവാസ്തവയുടെ പിതാവിന്റെ മനസ്സിലുണ്ട് എന്നുള്ളത് ആര് കാണുന്നു? ഏകാന്ത ശ്രീവാസ്തവജി കാണുന്നു. ഓക്കെ, ഇതാണ് ആ പാഠത്തിന്റെ രത്നചുരുക്കം. ഓക്കെ, സമ്മറി. ഇതുമായി ബന്ധപ്പെട്ട് ഈ പാഠത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് ചോദിച്ചാൽ, 1 മാർക്കിന്റെയോ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ വരാം. ലേഖകോ അപ്പനി ജമീൻ, ലേഖകന് തന്റെ ഭൂമി, കബി ഏക് സ്ലേറ്റ് ലക്തായെ, ചിലപ്പോൾ ഒരു സ്ലേറ്റ് ആയി തോന്നുന്നു, തോ കബി ഫൂൽ, ചിലപ്പോൾ പൂവായി തോന്നുന്നു. ക്യോം, തന്റെ അച്ഛന് കഷ്ടപ്പെട്ട് വാങ്ങിയ ഭൂമിയിലാണ് ഈ ലേഖകനായ ഏകാന്ത ശ്രീവാസ്തവജി കളിച്ചു വളർന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നുന്നത് ലേഖക പിതാജിക്ക ബച്പൻ, ലേഖകെ പിതാജിക്ക ബച്പൻ, ലേഖകന്റെ പിതാവിന്റെ കുട്ടിക്കാലം, ഓർ യൗവൻ കാൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യൗവനകാലവും ജമീൻ സെ ജുഡാ ഹുവാ ഹെ, മണ്ണുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്ലിയെ ലേഖകു ഐസലക, അതുകൊണ്ടാണ് ലേഖകന് അങ്ങനെ തോന്നിയത്. ഓക്കെ, അടുത്ത അപ്പനി മിട്ടിക്കെ പ്രതി ലേഖക് ഓർ ഉൻകെ പിതാജിക്ക്, തന്റെ മണ്ണിനെ കുറിച്ച് ലേഖകം ഓർ അപ്പന്റെ പിതാജിക്ക് ഗഹരി ആസ്താക്കു, ആഴത്തുള്ള ബന്ധത്തെ സൂചിതകരണ വാലെ വാക്യ, സൂചിപ്പിക്കപ്പെടുന്ന വാക്യം അല്ലെങ്കിൽ വാക്യാംശ ചാണ്ടിക്കറിലേക്ക്, അല്ലെ വാക്യാംശം ഏതാണ് പാഠഭാഗത്തിൽ നിന്ന്, അതായത് അപ്പനും മകനുമുള്ള സംസാരത്തിനിടയിൽ മണ്ണിനോട് അവരുടെ രണ്ടുപേർക്കുള്ള ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്ന വരികൾ ഏതാണെന്ന് പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എന്ന ഉത്തരം ജയ്സെ വേ ഖാമോഷ് ദേ. ഏകാന്ത ശ്രീവാസ്തവജി അദ്ദേഹം ഖാമോഷ്, മൗനമായി നിന്നുപോയി. കുച്ച് ബോൽ നഹി രഹേ, ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ പോലെ വന്നു. മഗർ ഉൻകെ ഭീത്തർ കാ ഹാഹാർ, പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള തേങ്ങൽ മേരി സമച്ചുമേ ആരഹത, എന്റെ മനസ്സിലേക്ക്, എന്റെ ബോധ്യത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ പിതാവിന് ഭൂമിയോടുള്ള ആത്മബന്ധത്തിന്റെ കാഠിന്യത്തെ സൂചിപ്പിക്കുന്ന വരിയാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എങ്ങനെയാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജമീൻ കി തുലന ഹൃദയ സെ ക്യോ കി ഗയി ഹെ, മണ്ണിന്റെ താരതമ്യം ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നു. ഹൃദയത്തിന് തുല്യമായി, അതായത് ഹൃദയം നഷ്ടപ്പെടുന്നത് പോലെയാണ് ഭൂമി നഷ്ടപ്പെടുന്നത്. അങ്ങനെ പറയാൻ കാരണമെന്ത് എന്നാണ്. പിതാജി ദ്വാര ബേട്ടിക്ക് ഷാദിക്കിലെ, പിതാവ് വഴി തന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ബേച്ചിക്ക് ജമീൻ, വിറ്റുപോയിട്ടുള്ള ഭൂമി, സിർഫ് ജമീൻ ഹി, കേവലം മണ്ണല്ല, ഭൂമിയല്ല. ഉൻകെ ദിൽക്ക അംശിക്ക്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഒരു കഷ്ണമാണ്. ഉൻക ബച്പൻ, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം, യൗവനകാലം മാത്രമല്ല, പൂരി ജിന്ദഗി ഉസ് മിട്ടി സെ ജുഡി ഹുയി, അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ആ മണ്ണുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നതുകൊണ്ടാണ് ജമീൻ കി തുലന ഹൃദയ കി തുലന സെ ക്യോ കി ഗയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ ഭൂമി അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലവും മുഴുവൻ മണ്ണുമായി ആത്മബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ഒരു ഡയറിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇങ്ങനെ ആ ചോദ്യം നോക്കൂ.
ഷാദിക്ക് തയ്യാറിയാൻ ദേക്കർ. വീട്ടിൽ പെങ്ങളെ സംബന്ധിച്ചോളം കാണാണ് സഹോദരൻ ഇങ്ങനെ കല്യാണത്തിന് വേണ്ടി ഓടി നടക്കുന്നു. അപ്പനാണെങ്കിൽ ഭൂമി വിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണ് എന്താ പറയാ സങ്കടത്തോടു കൂടി നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. എങ്കിലും അദ്ദേഹത്തിന് മകളെ കെട്ടിക്കുക എന്നുള്ളതിന്റെ സന്തോഷമുണ്ട്. പക്ഷേ നാട്ടിൽ അതിനുശേഷം ഒരു വിലയില്ലാണ്ടായി പോകുമല്ലോ, ഭൂമിയില്ലെങ്കിൽ എന്നുള്ളതിന്റെ പ്രശ്നം, അദ്ദേഹത്തിന് ആത്മസംഘർഷം അനുഭവപ്പെടുന്നതൊക്കെ മകൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീട്ടിലുള്ളവരെല്ലാവരും തനിക്കൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുകയാണല്ലോ എന്ന് സിസ്റ്റർ ഓർക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ഷാദിക്ക് തയ്യാറിയാൻ ദേക്കർ, വിവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കണ്ടിട്ട് ദീദി ക മൻ സംഘർഷ സെ ഭര, അവളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ കഷ്ടപ്പെടുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ അവളുടെ മനസ്സ് സംഘർഷം കൊണ്ട് നിറഞ്ഞു. അപ്പന സംഘർഷ്, ആ സമയത്ത് അവളുടെ സംഘർഷം ഡയറി മെലിഗ്രഹിയെ, ഡയറിയിലിരുന്നു. ഡയറിയിലേക്ക്, ആ ഡയറി ഒരു വിവാഹം നടക്കാൻ പോകുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് സന്തോഷം ഉണ്ടാകുന്നു, അവളുടെ ജീവിതത്തിൽ വിവാഹം നടക്കുന്നു എന്നുള്ളത് പോലെ തന്നെ അവളുടെ വീട്ടിൽ അവളുടെ മനസ്സിൽ ഒരു സംഘർഷവും നടക്കുന്നു. എന്തുകൊണ്ട്? പുതിയ ജീവിതത്തിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു ഒരു ആകാംക്ഷയും ഉണ്ടാവുന്നു. ഓക്കെ, ഇവിടെ നോക്കൂ. അങ്ങനെ നോക്കുമ്പോൾ അവൾ എഴുതുന്ന ഡയറി ഇങ്ങനെയാണ്. താരിഖ്, അവളുടെ ആ വിവാഹത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരു പെൺകുട്ടി എന്ന ഡയറിയാണ്. ഹായ്, ഏക് സ്ത്രീക്ക് ജിന്ദഗി, ഒരു സ്ത്രീയുടെ ജീവിതം കിത്തന അനിശ്ചിത് ഹെ, എത്രമാത്രം അനിശ്ചിതമാണ്, നിശ്ചയിക്കപ്പെടാൻ പറ്റാത്തതാണ്. മേരി ഷാദി ഹോനെ വാലി ഹെ, എന്റെ വിവാഹം നടക്കാൻ പോവുകയാണ്. ഹോനെ വാലി ഹെ, നടക്കാൻ പോവുകയാണ്. ഫിർ ഭി മുझे ഖുഷി നഹി, എന്നിട്ടും എനിക്കൊരു സന്തോഷം വരുന്നില്ല. മേരെ മാം ബാപ്പ്, എന്റെ അപ്പനും അമ്മയും, ഭായി സഹോദരന്മാർ, സബ് ലോഗ്, എല്ലാവരും മുझसे കിത്തന പ്യാർ കർത്തെ, എന്നോട് എത്രമാത്രം സ്നേഹമാണ് കാണിക്കുന്നത്. ഉൻസെ ബിച്ചുട്കർ, ഇവരെയൊക്കെ പിരിഞ്ഞിട്ട് മേം കൈസെ ജീപ്പാവൂ, ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് എങ്ങനെ ജീവിക്കും. മേരി ഷാദി കെ ലിയെ, എന്റെ വിവാഹത്തിന് വേണ്ടി വേ കിത്തനെ കഷ്ടപ്പെടാത്തേ, അവർ എത്രമാത്രം കഷ്ടപ്പാടാണ് സഹിക്കുന്നത്. മേ ഉൻകെ ലിയെ ബോഞ്ച് ബൻ ഗയി ഹൂ, ഇങ്ങനെയൊക്കെ കെട്ടിച്ചയക്കാൻ മാത്രം ഞാൻ സത്യത്തിൽ അവർക്കൊരു ഭാരമായിരുന്നു അല്ലേ. ഇത്രയും കഠിൻ മേഹനത്ത് കർക്ക്, ഇത്രയും കഠിനമായ കഷ്ടപ്പാടുകൾ നടത്തിയിട്ട് മുझे സസുരാൽ, എന്നെ സസുരാൽ ഭർത്തൃ വീട്ടിൽ ബേജിനേപ്പർ അയച്ചു കഴിഞ്ഞാൽ ക്യാ മുझे വഹാ ഖുഷി മിലേഗി, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താ എനിക്ക് സുഖം കിട്ടുമോ. മേരെ നസീബ് മേ ക്യാ ലിഖാ ഹെ, എൻ്റെ ജീവിതത്തിലേക്ക് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, എൻ്റെ ഭാഗ്യത്തിന്റെ സ്ഥാനത്ത് എന്താണ് എഴുതി വെച്ചത് എന്ന് അവൾ ആശങ്കപ്പെട്ടുകൊണ്ടിരുന്ന ഡയറിയാണത്. വളരെ പ്രധാനപ്പെട്ട 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നീട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നോക്കൂ, എന്താ ചോദ്യം? ഷാദി കെ ബാരെ മേ സോച്ച് കർ, 6 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ് കേട്ടോ. ഷാദി കെ ബാരെ മേ സോച്ച് കർ, വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് ദീദി ക മൻ സംഘർഷ സെ ഭര, ദീദിയുടെ മനസ്സ് സംഘർഷം കൊണ്ട് പറഞ്ഞു. ഇസ്കെ ബാരെ മേ അപ്പനി സഹേലി കോ പത്ര ലിഖ്തി ഹൈ, അതേക്കുറിച്ച് അവൾ തന്റെ കൂട്ടുകാരിക്ക് ഒരു കത്ത് എഴുതുന്നു. പത്ര ലിഖി, ആ കത്ത് എഴുതാൻ നമുക്ക് എന്തൊക്കെ സൂചന എടുക്കാം? മാതാപിതാർ ഭായി കാ പ്യാർ, അപ്പന്റെയും അമ്മയുടെയും സഹോദരന്റെയും സ്നേഹം അതിൽ ഉൾപ്പെടുത്താം. പരിവാർ സേ ബിച്ചുടനെ കാ ദുഃഖ്, കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നതിന്റെ ദുഃഖം നമുക്ക് ഉൾപ്പെടുത്താം. സസുരാൽ കെ പ്രതി ആശങ്ക, ഭർത്തൃവീടിനെ കുറിച്ചുള്ള ആശങ്ക, ഇതൊക്കെ ആ കത്തിന്റെ അകത്ത് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആ കത്ത് നമുക്ക് ഇതാണ് കാണുന്നത്. നിങ്ങൾക്ക് കാണുന്നില്ല, ഞാൻ വലുതാക്കി കാണിച്ചുതരാം. നോക്കൂ, നമ്മള് സ്ഥാൻ താരിഖ് എഴുതി. സിമ്പിൾ ആണ്, ഒരു തവണ കേട്ടാൽ നിങ്ങൾക്ക് പരീക്ഷകൾ സുന്ദരമായിട്ട് എഴുതാൻ പറ്റും. പ്രിയനേഹ, പെൺകുട്ടി കൂട്ടുകാരിക്ക് ഒരു പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. പ്രിയനേഹ എന്നിട്ട് നോക്കൂ. പ്രിയനേഹ, തും കൈസേ ഹോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടീക്ക് ഹേന, സുഖം തന്നെയല്ലേ? മേ ഇതർ ടീക്ക് ഹും, ഞാൻ ഇവിടെ സുഖത്തിൽ തന്നെയാണ്. ഫിർ ബി, എന്നിരുന്നാലും മേരാ മൻ, എന്റെ മനസ്സ് തോടാ സംഘർഷ സേ ഭരാ ഹെ, കുറച്ച് സംഘർഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ തുമാരെ സാത്ത്, ഇത് നിന്നോടൊന്ന് ബാഗിൽ എനേക്കിലെ ഷെയർ ചെയ്യാൻ വേണ്ടി ഈ പത്ര ലിഖി ഹു, ഈ കത്ത് എഴുതുകയാണ്. പ്രിയ നേഹ, പ്രിയപ്പെട്ട നേഹ മോളെ, നേഹേ തുംകോ മാലൂം ഹെന, നിനക്കറിയാമല്ലോ, മേരാ ഷാദി ഹോനെ വാലാ ഹെ, എന്റെ വിവാഹം നടക്കാൻ പോവുകയാണ്. ഫിർ ബി, എന്നിട്ടും മുझे ഖുഷി നഹിയെ, എനിക്കൊരു സന്തോഷമൊന്നുമില്ല. മേരാ മാം ബാപ്പ്, എന്റെ അപ്പനും അമ്മയും, ഭായ് സബ് ലോഗ്, സഹോദരന്മാരും എല്ലാവരും മുझे കിത്തന പ്യാർ കർത്താ ഹെ, എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയാമോ. ഉൻസെ ബിച്ചുട്കർ, അവർ നിന്നൊക്കെ വേർപിരിഞ്ഞിട്ട് മേ കൈസെ ജീപ്പാവും, ഞാൻ എങ്ങനെ നിൽക്കും. അവരുടെ ഡയറിയിലുള്ള അംശങ്ങളൊക്കെ ചേർത്ത് തന്നെ ഇതിൽ എഴുതിയാൽ മതി. മേരി ഷാദി കെ ലിയെ, എന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വേ കിത്തനെ കഷ്ടപ്പെടാത്തെ, അവർ എത്രമാത്രം കഷ്ടപ്പാടാണ് നടത്തുന്നത്. മേ ഉൻകെ ലിയെ ബോഞ്ച് ബൻ ഗയി ഹൂ, ഞാൻ അവർക്കൊരു ഭാരമായി മാറിയോ എന്ന് എനിക്ക് തോന്നുന്നു. ഇത്തിനെ കഠിൻ മേഹനത്ത് കർക്കെ, ഇത്രയും കഠിനമായ കഷ്ടപ്പാടുകൾ നടത്തിയിട്ട് സസുരാൽ ബേജിനെ പർ, ഭർത്തൃ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മുझे ക്യാ വഹാ ഖുഷി മിലേഗി, എന്താ എനിക്ക് അവിടെ ചെന്നാൽ സന്തോഷം ലഭിക്കുമോ. മേരെ നസീബ് മേ ക്യാ ലിഖാ ഹെ, എന്റെ നസീബിൽ, എന്റെ ഭാഗ്യത്തിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന്. തീർന്നില്ല, കത്തിന്റെ അവസാന ഭാഗം എങ്ങനെയാണ്? തും മുझे ജറൂർ, നീ തീർച്ചയായിട്ടും, കല്യാണത്തിന് കുറച്ച് നാളുകൾ കൂടിയുള്ളൂ, ജറൂർ തീർച്ചയായിട്ടും, തോടാ ശാന്തി കാ രാസ്ത ബതാവോ, ഒരു സമാധാനത്തിന്റെ വഴി നീ പറഞ്ഞുകൊണ്ടുക. മാം ബാപ്പ് സേ മേരാ തലാഷ് കഹനാ ചാഹിയെ, പിന്നെ വീട്ടിൽ അപ്പനോടും അമ്മയോടും എന്റെ അന്വേഷണം പറയേ വേണം. ഷാദി മേ ഷാമിൽ ഹോനേക്കിലി, കല്യാണത്തിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ട് സബ് ലോഗ് ആനാബി ചാഹിയെ, എല്ലാവരും തീർച്ചയായും വരികയും വേണം. സ്നേഹത്തോടു കൂടി ഹസ്താക്ഷർ നാം
എന്നിട്ട് ഇട്ടേണ്ടുന്ന ആളിന്റെ കവർ പേര് എഴുതിയ കവറാണിത്. സേവാമേം നാം നേഹ പദ. നേഹാന്നോ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിൽ ഇടാം. ഇതാണ് ഈ പാഠത്തിലെ പ്രധാനമായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻസ്. ഇനിയൊരു ചോദ്യം ഇങ്ങനെയാണ്, യഹാ ദോ വിദായിയാം ഹോ രഹി. ഇവിടെ രണ്ട് വേർപെടലുകളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഭൂമി പിതാവിന്റെ കയ്യിൽ നഷ്ടമാവുന്നു, സ്വന്തം മകളെ മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. രണ്ട് നഷ്ടപ്പെടലാണ് ഉണ്ടാകുന്നത്. ബേട്ടിക്ക് ഓർ ജമീൻ കി, മണ്ണിന്റെയും മകളുടെയും. ഓക്കെ, ബേട്ടിക്ക് മകളുടെയും ഓർ ജമീൻ കി, മണ്ണിന്റെയും. ദോനാം വിദായിയോം पर പിതാ ദുഃഖി ഹെ. രണ്ട് വേർപാടിലും പിതാവിന് സങ്കടമുണ്ട്. इसके आधार पर पिता और बच्चों के इसके आधार पर ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പിതാ और बच्चों के बीच के അപ്പന്റെയും മക്കളുടെ ഇടയിലുള്ള അൻമോൾ റിശ്തേ पर വിലമതിക്കാനാവാത്ത റിശ്തേ ബന്ധത്തെക്കുറിച്ച് ഏക്ക് ടിപ്പണിയിലേക്ക് ഒരു ചെറു ലേഖനം എഴുതാൻ, ഒരു ടിപ്പണി എഴുതാൻ, കുറിപ്പ് എഴുതാൻ. ഓക്കെ, ഈ സമയത്ത് അപ്പന്റെയും മക്കളെയും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് കുറിപ്പ് എഴുതാൻ വേണ്ടി നോക്കൂ. ഈ ചെറിയ പാരഗ്രാഫാണ്. എങ്ങനെയാ നോക്കൂ. ഇത് നമ്മൾ വളരെ ഓർത്തേക്കേണ്ട ഉത്തരം. ദുനിയാക്കെ റിശ്തോമേം, ലോകത്തുള്ള ബന്ധങ്ങളിൽ മഹത്വപൂർണ്ണ റിശ്താഹെ, ഏറ്റവും വിലപ്പെട്ട ബന്ധമാണ് പിതാ ഓർ പുത്ര, പിതാവും പുത്രൻ, അല്ലെങ്കിൽ യാ അല്ലെങ്കിൽ പുത്രിക്ക് ബീച്ചിക്ക, മകളുടെ ഇടയിൽ. അപ്പനും മകനും അല്ലെങ്കിൽ അപ്പനും മകളുമുള്ള ബന്ധം ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധങ്ങളിൽ ഏറ്റവും മഹത്തരമായ ബന്ധമാണ്. ബച്ചോങ്ക പാലം കർണേക്ക, കുട്ടികളെ പോറ്റി വളർത്തേണ്ടുന്നതിന്റെ, സംരക്ഷൺ കർണേക്ക, സംരക്ഷിക്കുന്നതിന്റെ, ദ്വായിത്ത് ഉത്തരവാദിത്വം പിതാവിൻ്റെതാണ്. ബച്ചോങ്ക പ്രതി എന്ന കുട്ടികൾക്ക് നേരെ പിതാക്ക ദിൽ, പിതാവിന്റെ മനസ്സ് സദാ പ്യാർ ബരാരത്ത, എപ്പോഴും സങ്കടം നിറഞ്ഞിരിക്കും. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ ഒരു പക്ഷേ അപ്പന് സാധിച്ചോളുന്നില്ല. അപ്പൻ ഇങ്ങനെ എപ്പോഴും ദേഷ്യം പിടിക്കുന്നതായിട്ട് നമ്മൾ കാണുക. കാരണം നിങ്ങളോടുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെ ഭാഗമായി നിങ്ങൾ ശരിയായ രീതിയിൽ ആവാൻ വേണ്ടിയിട്ടാണ് ആ അദ്ദേഹം അങ്ങനെ പറയുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് മാറി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങളെക്കുറിച്ചുള്ള സങ്കടങ്ങൾ അപ്പം നമുക്ക് അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിതാക്കോ സദാ അപ്പനെ ബച്ചോങ്കെ ഭവിഷ്യക്ക് ആകാംക്ഷ ഹെ. ഏതൊരു പിതാവിനും എപ്പോഴും തന്റെ കുട്ടികളെ കുറിച്ചുള്ള ആകാംക്ഷയാണ് ഉണ്ടാവുക. ബച്ചോങ്ക ബി കർത്തവ്യ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും പിതാവിനെ കുറിച്ച് വലുതായി കഴിഞ്ഞാൽ കർത്തവ്യമുണ്ട്. അപ്പനെ പിതാക്ക സംരക്ഷണം, വളർന്നു കഴിഞ്ഞാൽ തങ്ങളെ കുട്ടിക്കാലത്ത് നോക്കി വളർത്തി തങ്ങൾക്ക് ചിറക് വെപ്പിച്ച് തങ്ങൾക്ക് ജീവിതം ഉണ്ടാക്കി തന്ന മാതാപിതാക്കളെ അവർ വൃദ്ധരാകുമ്പോൾ, ഈ കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ അവർക്ക് ചില ഉത്തരവാദിത്തമുണ്ട്. എന്താണ്? പിതാക്ക സംരക്ഷണം, പിതാവിനെ സംരക്ഷിക്കണം. പ്യാർ കാ, സ്നേഹത്തിന്റെ, സംരക്ഷൺ കാ ഏക്ക് ആപ്പസി അൻമോൾ റിശ്താ ഹേ, സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും പരസ്പരമുള്ള വിലമതിക്കാനാത്ത ഒരു ആത്മബന്ധമാണ് ബാപ്പ് ബേട്ടെ യാ ബേട്ടി കെ ബീച്ചിക്ക, അപ്പനും മക്കളും തമ്മിലുള്ളത്. എന്ന് പറഞ്ഞാൽ വൃദ്ധരായ അപ്പനും അമ്മയെയും ഒക്കെ വൃദ്ധസദനങ്ങൾ പറഞ്ഞേക്കുന്ന കുട്ടികൾ അല്ല വേണ്ടത്. കുട്ടിക്കാലത്ത് കുട്ടിയായിരുന്ന തങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു നോക്കി അപ്പനെയും അമ്മയും, കുട്ടികൾ വളർന്നു വലുതായി കഴിഞ്ഞാൽ പ്രായമാകുന്ന അപ്പനെയും അമ്മയെയും ഒക്കെ ചേർത്ത് പിടിച്ചു നോക്കാൻ കുട്ടികളും തയ്യാറായിരിക്കണം. അങ്ങനെ സ്നേഹത്തിന്റെയും പരസ്പരമുള്ള കരുതലിന്റെയും ഏറ്റവും ഉദാത്ത മാതൃകയാണ് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമെന്നാണ് ഈ കുറിപ്പ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ കാര്യം നമുക്ക് ഓർമ്മ വേണം. ഓക്കെ, ഇനി നമ്മളോട് വേറൊരു കാര്യം പറയാൻ പോകുന്നു. ഈ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണല്ലോ പിതാവിന് ഭൂമി വിൽക്കേണ്ടി വരുന്നത്, അല്ലെ? ഒരു യുവാവ് വന്ന് പെണ്ണ് കാണുക, അവന്റെ ജീവിതത്തിൽ ഒരു പങ്കാളി വേണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടുപോയാൽ മതി. പക്ഷേ ഈ ഭൂമി വിൽക്കേണ്ടി വരുന്നു എന്നുള്ളത് സ്ത്രീധനമാണ്, സ്ത്രീധനം കൊടുക്കാനാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കുടുംബത്തിൽ ഏറ്റവും വലിയ അത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമി നഷ്ടമാവുന്നതിന് കാരണം ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹ മാർക്കറ്റിൽ അവൾക്ക് ഒരുപാട് സമ്പത്ത് കൊടുക്കേണ്ടി വരുന്നു. ഇതിനാണ് നമ്മൾ സ്ത്രീധന സമ്പ്രദായം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളതിനെ കുറിച്ച് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതാണ് അല്ലേ? നോക്കൂ, ഒരാൾ വിവാഹം കഴിച്ച് കൊണ്ടുപോകാൻ വരുമ്പോൾ ആ പെണ്ണിന്റെ സമ്പത്താണ് ആള് ആഗ്രഹിക്കുന്നതെങ്കിൽ അയാളോട് പോകാൻ പറയണം. ഒരു ജീവിത പങ്കാളിയാണ് വേണ്ടെങ്കിൽ അയാളെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുന്നു, ലിഖയും എഴുതാൻ ആലേഖ് നോക്കൂ, ലിഖയും ഒരു ലേഖനം എഴുതാൻ. എന്താണ്? ഷാദി കെ നാം പർ, വിവാഹത്തിന്റെ പേരിൽ ദുർവ്യയ് ഓർ ആഡംബർ, ദുർവ്യയവും ആഡംബരവും പത്രാസ് കാണിക്കുക, അനാവശ്യമായ ചെലവുകൾ ഉണ്ടാക്കുക എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഒരു ലേഖനം എഴുതാൻ വേണ്ടി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നോക്കൂ, വിവാഹം ശരിക്കും സിമ്പിളായി നടത്തേണ്ട കാര്യമാണ് അല്ലേ? നോക്കൂ, ഷാദി പ്യാർ കാ ബന്ധൻ ഹെ, വിവാഹം എന്ന് പറഞ്ഞാൽ പത്രാസ് നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല. ഷാദി പ്യാർ കാ ബന്ധൻ ഹെ, സ്നേഹത്തിന്റെ ഒരു ബന്ധനമാണ്, സ്നേഹത്തിന്റെ കൂടിച്ചേരലാണ് വിവാഹം എന്ന് പറയുന്നത്. മകർ എന്നാൽ ആജ് കൽ ഇക്കാലത്ത് ഷാദി കെ നാം പർ, വിവാഹത്തിന്റെ പേരിൽ ഹോനെ വാലെ ആഡംബർ ഓർ ദുർവ്യയ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആഡംബരവും ദുർവ്യയങ്ങളും അനാവശ്യ ചെലവുകളും സമാജിക്ക് സബ്സെ ബഡി ആപത്തി ബൻ ഗയി, സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു വിപത്ത് തന്നെ മാറിയിരിക്കുന്നു.
പുരാനി ജമാനമേയും പണ്ടത്തെ കാലഘട്ടത്തിൽ ഷാദിക്ക് ജോ ആചാർ ഹോത്തേത് ഷാദിയുടെ വിവാഹത്തിന് എന്തൊരു ആചാരങ്ങൾ ഉണ്ടായിരുന്നു വേ സാദഗിക്ക് നമൂനേത് അത് ലാളിത്യത്തിന്റെ നമൂനെ മാതൃകകളായിരുന്നു. ലാളിത്യത്തിന്റെ മാതൃകയായിരുന്നു പണ്ടത്തെ ആചാരങ്ങൾ. എന്നാൽ ലേക്കിൻ ആജ്കൽ ഇന്നത്തെ ആചാരങ്ങൾ അപ്പന ബഡ്പൻ ദിഖാനേക്ക തങ്ങളുടെ മഹത്വം കാണിക്കാനുള്ള ഏക് അവസർ ബൻഗയിക്ക് ഷാദി ഒരു അവസരമായി മാറിയിരിക്കുന്നു വിവാഹം എന്നത് അല്ലേ. ഈസ് ബുരി ആദത്ത് കാ നദീജ ഈസ് ബുരി ആദത്ത് കാ ഈ മോശമായ സമ്പ്രദായത്തിന്റെ നദീജ ഫലം ഹേ ദഹേജ് പ്രഥ അതിന്റെ ഫലമാണ് ഉണ്ടായ ദഹേജ് പ്രഥ സ്ത്രീധന സമ്പ്രദായം. ഗരീബ് ലോഗ് ഇസ്കാ ശിക്കാർ ബൻ രഹേ ഇതിന് ആരാണ് ഇരയാകുന്നത്? ദരിദ്രരായ കുടുംബത്തിലെ പെൺകുട്ടികളാണ് ഇതിന് ഇരയാകുന്നത്. നിങ്ങൾ വായിക്കുന്നില്ലേ പത്രങ്ങളെ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ എത്ര സമ്പത്തുള്ള വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവന് സമ്പത്ത് പോരാ എന്നുള്ളതിന്റെ പേരിൽ പെൺകുട്ടിയെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ നമ്മളിവിടെ കാണാൻ പോകും അല്ലേ. അപ്പോൾ നോക്കൂ, അമീരോ ദഹേജ് പ്രഥ ഗരീബ് ലോഗ് ഇസ്കാ ശിക്കാർ ബൻ രഹേ ദരിദ്രരായ ആളുകളാണ് ഇതിന് ഇരയാവുന്നത്. ഇത് മാത്രമല്ല അമീരോ കാ നക്കൽ കർണേക്ക പണക്കാരെ നക്കൽ കർണേക്ക അനുകരിക്കാനുള്ള പ്രയാസ് ബി ഒരു സമ്പ്രദായവും രീതിയും മാമൂലി ലോഗ് കർഹേ അതായത് സമ്പന്നരെ എങ്ങനെയാണോ അത് അനുകരിക്കാനുള്ള കഷ്ടപ്പാടുകളൊക്കെ ദരിദ്രർ നടത്തുന്നു. ഏക പവിത്ര ബന്ധനയ്ക്ക് തയ്യാറിയാം ഒരു പവിത്രമായ ബന്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ. കബീബി ഒരിക്കലും കബീബി ഇടയ്ക്കിടയ്ക്ക് ദുഃഖദായ ബന്ധിക്ക് ദുഃഖകരമായ വാർത്തയായി നമ്മൾ വായിക്കാറുണ്ട്. ഷാദിക്ക് നാം പർ ഹോനെ വാലെ വിവാഹത്തിന് പേരിൽ നടക്കുന്ന അനാവശ്യ ഖർച്ചുക്കോ വേണ്ടാത്ത ദൂർത്തിനെ രോക്കിനേക്കാ സമയാഗ്യാഹ തടയാനുള്ള സമയം വന്നിരിക്കുന്നു. ഓക്കെ, സഖ്ത് നിയമവും കി ജറൂറത്ത് ഇതിന് ശക്തമായ നിയമങ്ങളും ആവശ്യമാണ്. സർക്കാർ ഓർ ജനതാക്കു ഗവൺമെന്റിന്റെ ഭാഗത്തും ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഏക് സാത്ത് മിൽക്കർ ഒരുമിച്ച് ചേർന്നിട്ട് ഷാദിക്ക് നാം പർ ഹോനെ വാലെ വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന ആഡംബര ഓർ ദുർവ്യയ രോക്കിനേക്ക് ആഡംബരവും ദുർവ്യയങ്ങളും അനാവശ്യ ചെലവുകളും രോക്കിനേക്ക തടയാനുള്ള പ്രയാസ് കർണ ചയ്യ നടപടികൾ ഉണ്ടാവുകയാണ് വേണ്ടത് എന്ന്. ഓക്കെ, ഇതാണ് സിമ്പിളായ വിവാഹത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് എഴുതാനുള്ള കാര്യം. ഇത്രയും കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ ഗംഭീരമായിട്ട് പഠിക്കുക. ഇതിലുള്ള ചോദ്യങ്ങൾക്ക് മുഴുവൻ മാർക്ക് സ്വന്തമാക്കുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത പാഠവുമായിട്ട് വരാം. ഓക്കെ, ബൈ.